ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇടുക്കി ജില്ലയിലെ ഉദയഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ 2021 ആദ്യമായിട്ട് കൃപാസന മാതാവിൻ്റെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. അപ്പം എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് എക്സാക്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഫ്യൂച്ചർ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് ആദ്യത്തെ എൻ്റെ ഒരു കടമ എന്ന് പറയുന്നത് +2 ആയിരുന്നു. അപ്പോൾ +2 ഞാനൊരു ആവറേജ് താഴെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡൻ്റാണ്. എനിക്ക് 1000-ന് മേളിൽ മാർക്ക് വേണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അമ്മ മാതാവിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് 1000-ന് മുകളിൽ മാർക്ക് ലഭിക്കുകയും എനിക്ക് ഒരു ഉന്നത വിജയം ലഭിക്കുകയും ചെയ്തു. അതേ തുടർന്ന് പിന്നെ എൻ്റെ ഒരു നെക്സ്റ്റ് എന്നുള്ളത് എനിക്ക് ഏതൊരു ടേണിംഗ് പോയിൻറ്റിലോട്ട് എനിക്ക് തിരിയണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് IT ഫീൽഡിലോട്ട് പോകാനായിട്ടാണ് മാതാവ് എന്നെ കാണിച്ചത്. ഞാൻ ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഉടമ്പടിയിലുണ്ടായിരുന്ന ഒരു ടൈമിലാണ് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് IT ഫീൽഡിനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിലൂടെ എനിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയത്. അതേ തുടർന്ന് ഞാൻ BCAക്ക് ജോയിൻ ചെയ്യുകയും എനിക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും എനിക്കതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മാർക്കും കിട്ടാൻ സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞായിരുന്നു എൻ്റെ ഏറ്റവും ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ നിന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ജോസഫ് അച്ഛൻ പറഞ്ഞ എന്നോട് ഒരു 3 ആഗ്രഹങ്ങൾ എഴുതിയിടാനും പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ തിരിച്ചു പോയിട്ട് പിന്നെ പിറ്റത്തെ ആഴ്ച വന്നപ്പോഴത്തേക്കും ഞാൻ 3 ആഗ്രഹങ്ങൾ എൻ്റെ എഴുതി. അതായത് ഒന്നാമത്തെ ആഗ്രഹം എന്നുള്ളത് എനിക്ക് കേരളത്തിൽ PG ചെയ്യണം. പിന്നെ രണ്ടാമത്തെ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം, ആ കൂടെ ജോലിയും ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കാനും അതൊന്ന് വളർത്താനും വേണ്ടിയിട്ടായിരുന്നു. അച്ഛൻ മാതാവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കേരളത്തിൽ PG ചെയ്യാനാണ് അച്ഛൻ മാതാവിൻ്റെ ഇത് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത്. അതേ തുടർന്ന് എനിക്ക് MCAക്ക് കേരളത്തിലെ നല്ല നമ്പർ 1 കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും അതേ തുടർന്ന് എനിക്ക് MCAക്ക് ഒരു 3-ാം റാങ്ക് ലഭിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് MCA പഠിച്ച് തീരുന്നതിൻ്റെ മുമ്പായി തന്നെ എനിക്ക് നല്ലൊരു ജോലിയിൽ നല്ലൊരു സാലറിയിൽ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. പിന്നീട് എൻ്റെ ജീവിതത്തിലുണ്ടായൊരു വലിയൊരു മാറ്റമായിരുന്നു എനിക്ക് കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വളർത്താനും ഇപ്പം അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം വഴി എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനും പറ്റുന്നുണ്ട്, ആ കൂടെ തന്നെ ജോലി ചെയ്യാനും പറ്റുന്നുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ എൻ്റെ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്കെൻ്റെ കുടുംബത്തിലും കൃഷിയിലൂടെ തന്നെ നല്ല രീതിയിൽ ഞങ്ങൾക്കൊരു വിളവും കാര്യങ്ങളൊക്കെ ലഭിച്ചു. അപ്പം കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഞാൻ വലിയ പ്രാർത്ഥിക്കാത്ത ആളൊക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിപ്പോൾ രാവിലെ എണീക്കുമ്പം തന്നെ ഒരു 10-20 മിനിറ്റ് പ്രാർത്ഥിക്കുകയും അതേ തുടർന്നാണ് ഞാൻ പിന്നെ ഡെയിലി പള്ളിയിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ എക്സാമിൻ്റെ ടൈമിലാണെങ്കിൽ പോലും ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനൊരു ആവറേജ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എക്സാം ടൈമിലൊക്കെ ഞാൻ മാതാവിൻ്റെ ഇവിടെ നീട്ടിയ തൈലവും ഉപ്പും ഒക്കെ കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ വലുതായിട്ട് പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും മാർക്ക് വരുമ്പം എനിക്ക് നല്ല രീതിയിൽ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്കൊരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് അനാഥ മന്ദിരങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ എനിക്ക് കിട്ടുന്നൊരു വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം ഞാനിപ്പോൾ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 71-ാം